പ്രേമിക്കാനൊന്നും ഞങ്ങൾ പോയിട്ടില്ല. തല്ലി കൊല്ലുമായിരുന്നു. പ്രേമിക്കാൻ പോയിട്ടില്ലെന്നുള്ളതല്ല, ആരെയും കിട്ടിയിട്ടില്ല. അയ്യോ, ആരെയും കിട്ടിയിട്ടില്ലെന്നൊന്നും പറയണ്ട. ഞങ്ങൾക്ക് പ്രേമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സത്യം വിളി വന്ന് കണ്ടോ. ആദ്യം പറയുന്നത് ഞങ്ങള് പ്രേമിക്കാനൊന്നും പോയിട്ടില്ല, അപ്പൊ നമ്മള് പറഞ്ഞ് ചുമ്മാ. അപ്പൊ ഇപ്പം കണ്ടില്ലേ. അപ്പൊ എന്തുവാ, ആരോടായിരുന്നു പ്രേമം? പ്രേമിച്ചു ഒന്നുമില്ല, ഇഷ്ടമാണെന്ന് പറഞ്ഞ അത്രേ ഉള്ളു, പിന്നെ ഒന്നും പറ്റത്തില്ല. അതാണ് തേപ്പ്. ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആ ചെറുക്കിന് കടയുണ്ടായിരുന്നു, അപ്പൊ കടയിൽ നിന്ന് മുട്ടായി തിന്നുമായിരുന്നു. അത് നിന്റെയൊക്കെ തൊഴിലാ ഇപ്പൊ. കട പൂട്ടിയപ്പോ ചെറുക്കനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു തേച്ച്. എന്തോ പറയാനാ. എന്തായാലും നീ നിനക്കറിയാവോ ആ ചെറുക്കനെ മറ്റേ നമ്മുടെ എന്തുവാ ഗെറ്റ് ടുഗദറിന് ഇപ്പം കണ്ടു, തുണിക്കടയാന്ന് പറഞ്ഞപ്പോ വീണ്ടും ഇഷ്ടമായി. ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നു കേട്ടോ ഉണ്ണിക്കുട്ട. പിച്ചാത്തി എന്റെ കയ്യിൽ ഇരിക്കുന്നത്. ഓരോ തവണ ഓരോരുത്തർ വിളിക്കുമ്പോഴും ആദ്യം ചൂലും കൊണ്ട് വരും, രണ്ടാം തവണ വീണ്ടും വിളിക്കുമ്പോൾ അടുത്ത ചൂല് മാറ്റി തുടയ്ക്കാൻ വരും, തുടച്ച് കഴിയുമ്പോൾ മറ്റേ വീണ്ടും പൊടി വരും, അപ്പൊ വീണ്ടും തൂക്കാൻ വരും. ആരെങ്കിലും വിളിക്കുമ്പോൾ അവസ്ഥ ഇതൊക്കെ. നിന്നെയൊക്കെ പോലെ ഒത്തിരി ലൈനൊന്നും ഞങ്ങൾക്കില്ല. മറക്കാനൊരു മുഖവും പറയാനൊരു കഥയോ ഉള്ളായിരുന്നു. മറക്കാൻ ഒരു മുഖവും പറയാനൊരു കഥയും. ഒന്നോ അല്ല, രണ്ട്. രണ്ടോ 3. സത്യം പറ. നീ നിന്റെ കാര്യം നോക്ക്. സൗന്ദര്യം ഉള്ളവരെ അങ്ങനെ എല്ലാരും പ്രേമിക്കും. അമ്മയ്ക്ക് ഇച്ചിരി സൗന്ദര്യം കൂടുതലുണ്ട്, ഒത്തിരി ലൈൻ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഈ നാട് മൊത്തം പ്രേമിച്ചാണ് പറയുന്നത് കേട്ടോ. മറക്കാനൊരു മുഖവും പറയാനൊരു കഥയും. ഇത് ഓരോ ദിവസവും മറക്കാനൊരു കഥയും പറയാനൊരു മുഖവും, പിന്നെ അടുത്ത ദിവസം മറക്കാനൊരു മുഖവും പറയാനൊരു കഥയും. അല്ല, നിനക്ക് എന്താ നീ അങ്ങ് പോയി പ്രേമി.